ജയ്സൽമീറിലെ താർ മരുഭൂമിയിൽ നിന്ന് നമ്മൾ ഹിമാലയത്തിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് ഒരു ട്രെയിനാണ് പോകുന്നത്. അതായത് ജയ്സൽമീറിന് കത്ഗുഡാം എന്ന സ്റ്റേഷൻ ഉണ്ട്. അതായത് നൈനിതാൾ അറിയത്തില്ലേ, നൈനിതാളിന് അടുത്തുള്ള ഒരു സ്റ്റേഷനാണ് കത്ഗുഡാം. അപ്പോൾ ഈ കത്ഗുഡാം വരെ പോകുന്ന റാണിഖേത് എക്സ്പ്രസ്സിനാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സമയം വെളുപ്പിനെ 3 മണി ആവാറായി, 2 മണിയായി. അപ്പോൾ ഈ 3 മണി സമയത്താണ് ഇവിടെ നിന്ന് ജയ്സൽമീറിന് ഈ വണ്ടി പുറപ്പെടുന്നത്. ഈ വണ്ടിയെ പറ്റി ഒത്തിരി പറയാനുണ്ട്. അപ്പം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വണ്ടി ശരിക്കും 2 വണ്ടിയായിട്ടാണ് ഓടുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗം ഈ വണ്ടിയുടെ ബാക്ക് സൈഡാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ബാക്ക് സൈഡ് ശരിക്കും ഇവിടെ നിന്ന് ജയ്സൽമീറിന്ന് കത്ഗുഡാം വരെ പോകത്തില്ല, രാംനഗർ എന്ന് പറഞ്ഞ സ്ഥലം വരെ പോകത്തുള്ളൂ. അതായത് ഈ രാംനഗർ വരെ പോകുന്ന ഈ ഒരു ട്രെയിനിൻ്റെ പേരെന്ന് പറയുന്നത് കോർബറ്റ് പാർക്ക് ലിങ്ക് എക്സ്പ്രസ് എന്നാണ്. കണ്ടോ, കോർബറ്റ് പാർക്ക് ലിങ്ക് എക്സ്പ്രസ്. അപ്പോൾ കോർബറ്റ് പാർക്ക് എക്സ്പ്രസ് ആണ് ഇതിൻ്റെ പകുതി ഭാഗം. ബാക്കി പകുതി ഭാഗമായ റാണിഖേത് എക്സ്പ്രസ് കാണിച്ചു തരാം. അപ്പോൾ ഈ ജയ്സൽമീറിന്ന് രാംനഗർ പോകുന്ന ആ പോർഷൻ ഉണ്ടല്ലോ, അതിൽ വരുന്നത് 2 ജനറൽ, പിന്നെ 2 സ്ലീപ്പർ, പിന്നെ 2 AC. അതിൽ ഒരു AC എന്ന് പറയുന്നത് നമ്മുടെ AC 3 ടയർ പ്ലസ് AC 2 ടയർ കോച്ചാണ്. AB1 എന്ന് പറയും. എന്തൊക്കെ വെറൈറ്റി പരിപാടിയല്ല നമ്മുടെ റെയിൽവേയിൽ നടക്കുന്നത്. നമുക്ക് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ വണ്ടിയാണ് നമ്മൾ ഈ പോകുന്നത്. കണ്ടോ, നോർത്ത് ഈസ്റ്റ് റെയിൽവേയുടെ കോഡാണ് NE 2008 ഉണ്ടാക്കിയൊരു കോച്ചാണ് ഈ കാണുന്നത്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ AC 2 ടയർ കം A3 ടയർ. അതായത് ഈ കോച്ചിൻ്റെ പകുതി ഭാഗം 2 ടയറും പകുതി ഭാഗം 3 ടയറും. സംഭവം എന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ ഹിമസാഗറൊക്കെ പോയിക്കൊണ്ടിരുന്നില്ലേ 2 വണ്ടിയുടെ സ്പ്ലിറ്റ് ആയിട്ട്, അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഈ വണ്ടി പോകുന്നത്. അങ്ങനെ പല വണ്ടികളുണ്ട് ഇന്ത്യയിൽ. അതിലൊരെണ്ണമാണ് ഈ റാണിഖേത് എക്സ്പ്രസ്. അതുകൊണ്ട് ഈ കാണുന്ന പോർഷൻ വരെയാണ് ശരിക്കും കോർബറ്റ് പാർക്ക് ലിങ്ക് എക്സ്പ്രസ് എന്ന് പറഞ്ഞ് പോകുന്നത്. ഇതിൻ്റെ അപ്പുറത്തോട്ടാണ് റാണിഖേത് എക്സ്പ്രസ് തുടങ്ങുന്നത്. പോരെ, ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മുടെ വണ്ടിയുടെ നെയിം ബോർഡ് പറയണ്ട, റാണിഖേത് എക്സ്പ്രസ് കത്ഗുഡാം ജയ്സൽമീർ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ നീല കോച്ചൊക്കെ ഉണ്ട്. കണ്ട, ഒരു നീല സ്ലീപ്പർ കോച്ചൊക്കെ ഉണ്ട്. യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആസ് ലോക്കോ ഏതാ നോക്കണം. ഒരു WDP 4D ആണ്. ഏതിൻ്റെ ഞാൻ നോക്കട്ടെ പോയിട്ട്. ബഗറ്റ് കീ കോട്ടി ഷെഡിൻ്റെ ഒരു WDP 4D ആണ്, 40581. അപ്പോൾ ഇവനാണ് നമ്മളെ ഇവിടുന്ന് മാർവാട് വരെ നയിക്കുന്നത്. മാർവാട് വരെ ഡീസലാണ്, അവിടെ നിന്ന് പിന്നെ ഇലക്ട്രിക് കയറ്റും. അപ്പോൾ നമ്മുടെ കോച്ചിലേക്ക് നടക്കാം. നമ്മൾ ട്രാവൽ ചെയ്യുന്ന AC 2 ടയർ തന്നെയാണ്. A2 ആണ് കേട്ടോ, A2 ആണ് നമ്മുടെ കോച്ച്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കോച്ചുകളുള്ള റാണിഖേത്തിന് തന്നെയാണ്. 4 3 ടയർ ഉണ്ട് ഈ ഒരു ഭാഗത്തിന്. 4 3 ടയർ, പിന്നെ 2 2 ടയർ. ഫസ്റ്റ് AC ഉണ്ട് കേട്ടോ. കോച്ചൊന്നും തുറന്നിട്ടില്ല, AC ഒന്നും ഓണാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടുത്തെ B1 കോച്ച് കണ്ടോ, പക്ഷേ ഇത് നീലയായിപ്പോയി. നമ്മുടെ നീലയല്ല കേട്ടോ, നമ്മുടെ മഞ്ഞയാണ്. റാണിഖേത് എക്സ്പ്രസിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലാണ് നമ്മളുള്ളത്. കണ്ടോ, ഫസ്റ്റ് ക്ലാസ് ഉണ്ടോ, ഫുൾ H1 ആയിട്ടുള്ള കോച്ചാണ്. ഫുൾ സൈലൻസ് ആണ് കേട്ടോ. നമ്മുടെ കോച്ച് ഇതാണ്. എൻ്റെ ബർത്ത് ഇവിടെ സൈഡിൽ ഓവർ 23. ഇസ്സത്ത് നഗർ ഡിവിഷൻ്റെ കേട്ടോ. ഇസ്സത്ത് നഗർ ഡിവിഷൻ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ വെൽക്കംസ് യു. ബിച്ചിട്ടൊക്കെ തന്നു. അങ്ങനെ നമ്മുടെ ലോക്കോ പൈലറ്റ് ഹോണൊക്കെ അടിച്ച് കറക്റ്റ് 3 മണി ആയപ്പോൾ തന്നെ നമ്മുടെ റാണിഖേത് എക്സ്പ്രസ് ജയ്സൽമീറിന് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ബൈ ബൈ ജയ്സൽമീർ. അപ്പോൾ വണ്ടി വിട്ടു. ഈ വണ്ടിയിൽ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ജോധ്പൂരൊക്കെ ആവണം ആൾക്കാർ കയറാൻ വേണ്ടി. അതായത് രാവിലെ 8:30 ആവണം. പിന്നെ എൻ്റെ മുകളിലുള്ള ആൾ വരുന്നത് പുള്ളി അജ്മീറിൽ നിന്ന് വരുന്ന, അത് ഉച്ചയ്ക്കേ വരത്തുള്ളൂ. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ ട്രെയിനിൽ, ഈ കോച്ചിൽ. അപ്പോൾ കിടന്നുറങ്ങാൻ പോവാണ്. രാവിലെ ജോധ്പൂരൊക്കെ ആവാൻ എണീക്കാം. എന്തായാലും ഉറക്കമൊക്കെ പോയി, കുറച്ചേരം ഉറങ്ങട്ടെ. ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ എണീറ്റപ്പോൾ 7 മണിയായിരുന്നു കേട്ടോ. എന്തോ ഓസിയാനോ അങ്ങനെ എന്തൊരു സ്ഥലം എത്താറായിട്ടുണ്ട്. എങ്ങും ആയിട്ടില്ല. നമ്മൾ ജോധ്പൂർ മിക്കവാറും ടൈം എടുക്കും. വണ്ടി ലേറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കതേ ഉള്ളൂ. എന്നാൽ ഉറക്കമൊന്നും റെഡി ചെയ്യില്ല. കാരണം നമ്മൾ വല്ലാത്ത സമയത്തല്ല ഉറങ്ങിയത്. ഉറക്കമൊന്നും കൊണ്ട് റെഡി ആയിട്ടില്ല. വണ്ടിക്കകത്ത് ആരുമില്ല. കേസ് നോക്കിയതൊന്നുകൊണ്ട് ഒറ്റ മനുഷ്യനില്ല. ഞാൻ മാത്രം. ജോധ്പൂർ വരെ ഉള്ളു കേട്ടോ, ഞാൻ മാത്രം. ബാക്കി ആ ആൾക്കാർ കയറും ഇപ്പോൾ. ഇന്നലെ കയറി കിടന്ന് ഉറങ്ങിയ പിന്നെ വണ്ടിയെ പറ്റി പറഞ്ഞില്ലല്ലോ. നമ്മുടെ വണ്ടി ശരിക്കും നമ്മുടെ വണ്ടിയുടെ നമ്പർ 15013 ജയ്സൽമീറിന്ന് കത്ഗുഡാം വരെ പോകുന്ന റാണിഖേത് എക്സ്പ്രസ് എന്നാണ് ഈ വണ്ടിയുടെ പേര്. ഞാൻ പറഞ്ഞത് ഈ വണ്ടി 2 ആയിട്ടാണ് ഓടുന്നതെന്ന് പറഞ്ഞില്ലേ. അതായത് ഈ വണ്ടിയുടെ ആദ്യത്തെ 8 കോച്ച് ഉത്തർപ്രദേശിലെ മൊറാദാബാദ് എന്ന സ്ഥലത്ത് ഊരും. അതായത് നമ്മളിപ്പോൾ ഈ പോകുന്ന വഴി എന്ന് പറയുന്നത് ഇവിടെ നേരെ ജയ്സൽമീർ, നേരെ ജോധ്പൂർ നേരെ മാർവാട്, അവിടെ നിന്ന് അജ്മീർ, ജയ്പൂർ, റിവാഡി, ഡൽഹി, പിന്നെ ഡൽഹി നേരെ മൊറാദാബാദ് ഉത്തർപ്രദേശിലാണ്. ലാൽകുവാൻ, ഹൽദ്വാനിക്ക് അടുത്താണ്
കഠ്ഗോഡാം ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ട്രെയിൻ പോകുന്നത്. അപ്പോൾ മൊറാദാബാദിൽ ഇതിൻ്റെ ആ ഒരു പോർഷൻ ഊരിയിട്ട് ആ പോർഷൻ രാംനഗർ എന്ന സ്ഥലത്തേക്ക് പോകും. ബാക്കി പോർഷൻ നമ്മളുള്ള പോർഷൻ നേരെ കഠ്ഗോഡാമിലേക്ക് പോകും. അങ്ങനെയാണ് ഈ വണ്ടി പോകുന്നത്. ഈ വണ്ടി വന്നിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. 2013 ഈ വണ്ടി തുടങ്ങിയത് ആദ്യമായിട്ട്. ജയ്സൽമേർ രാവിലെ 3 മണിക്ക് എടുത്തിട്ട് ഒരു നൈറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വെളുപ്പിന് 5 മണിക്കാണ് ഇത് കഠ്ഗോഡാം എത്തുന്നത്. 1263 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി ഇത് 26 മണിക്കൂർ 5 മിനിറ്റ് വേണം. 37 സ്റ്റോപ്പാണുള്ളത്. കുറേ സ്റ്റോപ്പ് ഉണ്ട് ഈ വണ്ടിക്ക് കേട്ടോ. ഈ വണ്ടിക്ക് രണ്ടിടത്ത് ലോക്കോ റിവേഴ്സൽ ഉണ്ടായില്ല. ഫസ്റ്റ് ലോക്കോ റിവേഴ്സൽ ഇപ്പോൾ കഴിഞ്ഞു പൊക്രാനിൽ. സെക്കൻഡ് ലോക്കോ റിവേഴ്സലും പ്ലസ് ഇത് ട്രാക്ഷൻ ചേഞ്ചും ഉണ്ട്. അതായത് മാർവാട് വെച്ചിട്ട് ഇതിൻ്റെ ഡീസൽ മാറ്റി ഇലക്ട്രിക് ലോക്കോ എടുക്കും. എന്നിട്ട് ഇത് മാർവാടിൽ നിന്ന് റിവേഴ്സ് അടിച്ചിട്ട് അജ്മീർ വഴി പോകും. അജ്മീർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അജ്മീർ വഴി പോകും. അപ്പോൾ മാർവാട് സ്റ്റേഷനിൽ ലോക്കോ റിവേഴ്സിലുള്ള വളരെ ചുരുക്കം വണ്ടികളുടെ ഒരെണ്ണമാണിത്. സുജിത്തേട്ടൻ അവരാണ് ജയ്സൽമീർ വരാൻ വേണ്ടിയിട്ട് ഈ വണ്ടിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് ആ കയറിയ ടൈമിന് ഈ വണ്ടിയുടെ ലോക്കോ ഫെയിലർ ആയിപ്പോയി. അന്ന് നേരെ ജയ്സൽമീർക്ക് പോകാൻ വേണ്ടിയായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പുള്ളി. ഇത് പഴയ കോച്ചല്ല. അതുകൊണ്ട് ട്രെയിൻ ഒരു 110 km/h ഒക്കെ കയറുമ്പോൾ ഇങ്ങനെ എടുത്തടിക്കും കോച്ച്. പക്ഷേ ട്രെയിനകത്തൊക്കെ കൊള്ളാം കേട്ടോ. ട്രെയിനകത്ത് തന്നെ ഇത് കണ്ടോ, ഇത് നമ്മൾ ചാർജ് ചെയ്യാൻ വെക്കുമ്പോൾ മൊബൈൽ വെക്കാനുള്ളൊരു ഇതുണ്ടോ, പൗച്ച് പോലെ കണ്ടോ, കൊള്ളാം അല്ലേ. ചാർജിങ് പോർട്ട് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ റീഡിംഗ് ലാമ്പ് ഉണ്ട്, എല്ലാ സംഭവം ഉണ്ട്. വെച്ച് കഴിക്കാനുള്ള ടേബിളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം പഴയ സെറ്റപ്പാണ്. ഈ വണ്ടിക്ക് എന്താണോ LSP കിട്ടാത്തതെന്ന് എനിക്കറിയത്തില്ല. ഈ വണ്ടി നോർത്ത് ഈസ്റ്റേൺ റെയിൽവേസ് കൊണ്ട് വണ്ടിയാണ്. ഇസ്സത്ത് നഗർ ഡിവിഷൻ്റെയാണ് ഈ വണ്ടി എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡ് ആ ഭാഗമൊക്കെ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ആണ്. അപ്പോൾ അവിടത്തെയാണ് ഈ വണ്ടി. ഇതാണ് ഓസിയാൻ സ്റ്റേഷൻ കേട്ടോ. ഓസിയാൻ കൊള്ളാമല്ലേ, നല്ല പേര് ഓസിയാൻ. അരമണിക്കൂർ ഡിലേ ഉള്ള കേട്ടോ. ഇനി അടുത്ത സ്റ്റോപ്പ് നമ്മുടെ ഇവിടെയാണ്, ജോധ്പൂരാണ്. ഇപ്പോൾ ജോധ്പൂരിന് മുമ്പ് ഇവിടെ റായ്ക്കാബാഗ് എന്ന സ്ഥലമുണ്ട്. റായ്ക്കാബാഗ് കഴിഞ്ഞാൽ ജോധ്പൂർ. സൈഡിലുണ്ടോ മരുഭൂമി ഉണ്ടോ, അതിൽ ആൾക്കാരൊക്കെ കയറി മുകളിലോട്ട് പോകുന്നതായിട്ട്. മരുഭൂമി ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല, ഈ ഭാഗമൊക്കെ ഉണ്ട്. സബർമതിന്ന് ജയ്സൽമീർ പോകുന്ന എക്സ്പ്രസ് നമ്മളിപ്പോൾ കണ്ടത്. ഒരു സ്റ്റേഷനിൽ ക്രോസിംഗ് ഇട്ടേക്കുമായിരുന്നു. രാജസ്ഥാൻ ഫുള്ള് കാണാം. രാവിലെ 3 മണിക്ക് വിടുന്ന ഈ റാണിക്കേത് എക്സ്പ്രസ് വൈകിട്ട് 6:15 വരെ രാജസ്ഥാനിലാണ് കേട്ടോ. ഖൈർത്തൽ എന്നുള്ള സ്ഥലമുണ്ട് റിവാഡിക്ക് തൊട്ട് മുമ്പ്. അപ്പോൾ ആ ഒരു സ്റ്റേഷൻ വരെ ഫുള്ള് രാജസ്ഥാനിലൂടെയാണ് ഈ വണ്ടി ഓടുന്നത്. പ്രധാനപ്പെട്ട സിറ്റികളായ ജോധ്പൂർ, അജ്മീർ, ജയ്പൂർ എല്ലാം കടന്നാണ് നമ്മുടെ ഈ റാണിക്കേത് എക്സ്പ്രസ് പോകുന്നത്. ഈ റാണിക്കേത് എക്സ്പ്രസ്സിന് ശരിക്കും റാണിക്കേത് എന്ന പേര് വരാൻ കാരണം നൈനിതാളിനടുത്ത് ഒരു ഹിൽ സ്റ്റേഷൻ റാണിക്കേത് എന്ന് പറഞ്ഞ ഉത്തരാഖണ്ഡിലെ സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ പേരാണ് ശരിക്കും ഒരു വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ജോധ്പൂർ പട്ടണത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ രാജസ്ഥാനിലെ ഒരു ഫേവററ്റ് സ്ഥലമാണ് ജോധ്പൂർ. ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് നല്ല അടിപൊളി സ്ഥലങ്ങളാണ് ഇവിടെ കാണാൻ കേട്ടോ.
അപ്പോൾ നമുക്ക് ഒരു ദിവസം വരണം, നമുക്കൊരു രാജസ്ഥാൻ ട്രിപ്പ് അടിക്കണം, ഒരു ബക്കറ്റ് ലിസ്റ്റാണത്. അപ്പോൾ ജോധ്പൂർ എത്താറായി. ജോധ്പൂരിലെ റായ്ക്കാബാഗ് സ്റ്റേഷൻ എത്താറായി. ഈ റായ്ക്കാബാഗ് എന്ന സ്ഥലം ശരിക്കും ഒരു ജംഗ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ലൈൻ കണ്ടോ, ഈ ലൈനാണ് നാഗോർ വഴി ബിക്കാനീർ പോകുന്ന ലൈൻ. അപ്പോൾ നമ്മുടെ കൊച്ചുവേളി ഗംഗാനഗറൊക്കെ അതുകൊണ്ട് ഇങ്ങനെയാണ് പോകുന്നത്, നേരെയാണ് പോകുന്നത്. ജയ്സൽമീർ പോകുന്ന വണ്ടികളെല്ലാം ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോകും. ഈ സ്റ്റേഷൻ്റെ പേരാണ് റായ്ക്കാബാഗ് പാലസ് ജംഗ്ഷൻ. ഈ ജോധ്പൂർ തുടങ്ങുന്ന വണ്ടികളുടെ മെയിൻ്റനൻസ് യാർഡൊക്കെ ഉണ്ട്. അത് ഇവിടുന്ന് ലെഫ്റ്റാണ്, ലെഫ്റ്റിലോട്ട് പോകണം. അപ്പോൾ അവിടെ നിന്ന് ഷണ്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഐറ്റംസ് ഒക്കെയാണ് ഈ കാണുന്നത്. ഇതൊരു ഭഗത് കി കോട്ടി WD-40 ഷണ്ട് ചെയ്യുകയാണ്. വണ്ടി ഏതാന്ന് നോക്കട്ടെ. വണ്ടി ജോധ്പൂർ ഭോപ്പാൽ എക്സ്പ്രസ്, അതിൻ്റെ റേക്കാണ് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ജോധ്പൂർ എത്തിയിരിക്കുകയാണ്. ഇവിടെ വല്ല കഴിക്കാൻ മമ്മം കിട്ടുമെന്ന് നോക്കട്ടെ. കിട്ടാൻ ചാൻസ് ഇല്ല, എന്നാലും നോക്കാം. ഇവിടെ അണ്ടാച്ചാവലൊക്കെ ഉള്ളു. എനിക്കൊന്നും വേണ്ട അണ്ടാച്ചാവൽ. എന്ത് സാധനമാണെന്ന് ആർക്കറിയാം അണ്ടാച്ചാവൽ. നമ്മൾ നേരത്തെ കണ്ട WD-4 അല്ലേ, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ഇട്ട് ഓടിക്കും കേട്ടോ. ചുമ്മാ ഓടിക്കാനല്ലേ, എന്തെങ്കിലും ഷണ്ടിങ് പരിപാടിയൊക്കെ കാണാം കേട്ടോ. നിറച്ചൊരു സാധനമാണ്. ഈ ഭഗത് കി കോട്ടിയുടെ WD-4 കാര്യം പറഞ്ഞപ്പോഴേ, എറണാകുളം ഡീസൽ ഷെഡിന് ഭഗത് കി കോട്ടിയുടെ കുറേ WD-4 ട്രാൻസ്ഫർ ആയി വന്നിട്ടുണ്ട്. അതപ്പോൾ എറണാകുളം ഏരിയയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ കാണാൻ പറ്റും. ഭഗത് കി കോട്ടിയുടെ ആ ഒരു സ്റ്റെൻസിലിംഗ് ഒക്കെ ഇപ്പോഴും അതിലുണ്ട്. ചിലതിലൊക്കെ എറണാകുളം ഷെഡിന് ലോഗമൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഭഗത് കി കോട്ടിക്കാർ കുറച്ച് WD-4 നമുക്ക് തന്നിട്ടുണ്ട്. വണ്ടിക്കാർ സ്ലീപ്പറിലൊന്നും ആരും ഇല്ല കേട്ടോ, കയറും കേട്ടോ. അജ്മീർ ജയ്പൂരൊക്കെ ആകുമ്പോൾ ഫുള്ളാവും. ഇതിൻ്റെ സ്ലീപ്പർ ഒന്ന് കയറി നോക്കാം. ഇതേ ഫുള്ള് ചെളിയാണല്ലോ ദൈവം, ഇതെന്താണിത്? ഫുള്ള് പൊടി നോക്ക്. ഇതൊന്നും തുടച്ചിട്ട് കാലങ്ങളായെന്ന് തോന്നുന്നു. ഞാൻ ഈ കാറ്ററിംഗ് വഴി ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോൾ ജോധ്പൂർ ഡെലിവറി കാണിച്ചില്ല, നോ റെസ്റ്റോറൻറ്റ്സ് അവൈലബിൾ എന്ന് കാണിച്ചു. ലാസ്റ്റ് ഞാൻ ഉച്ചക്കത്തേക്ക് അജ്മീറിന് ഒരു ബിരിയാണി കണ്ടിട്ടുണ്ട്. പിന്നെ രാത്രിയിലത്തേക്ക് റിവാഡിന്നൊരു എന്തുവാ ദാൽ തടുക്ക പ്ലസ് റൊട്ടി അങ്ങനെ ഒരു സാധനം ഇട്ടുണ്ട്. ഈ വണ്ടിയിൽ ഭക്ഷണമൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഒരു ബയ്യാട എന്ന് 2 ബ്രെഡ് പക്കോട മേടിച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയത്തൊന്നുമില്ല, കഴിച്ചു നോക്കണം. അതുകൊണ്ട് ഇതാണ് ബ്രെഡ് പക്കോട, ബ്രെഡ് വറുത്ത അതാ സാധനം. 8:58 ആയപ്പോഴേ നമ്മൾ ഇവിടുന്ന് ജോധ്പൂർന്ന് പുറപ്പെട്ടു. ഇനി അടുത്തത് ഭഗത് കി കോട്ടിയാണ്. അങ്ങനെ കുറേ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഭഗത് കി കോട്ടി, പിന്നെ അങ്ങോട്ട് ടാറ്റാ കൊച്ചുള്ള ടാറ്റ അടിക്കുന്നുണ്ടോ. ജോധ്പൂർ സ്റ്റേഷൻ്റെ ബിൽഡിങ്ങും ഇന്ത്യൻ പതാകയും കണ്ടില്ലേ, അടിപൊളി. നമ്മൾ അന്ന് ജയ്സൽമീർ പോകാൻ നേരത്ത് കണ്ട ആ സെയിം ഡെമോ അല്ലേ ഇത്. ബർമീർ ഉണ്ടല്ലോ, ബർമീറിൽ നിന്ന് ജോധ്പൂർ വരെ വരുന്നൊരു ഡെമോ ആണ് കേട്ടോ. ആ ഡെമോന്റെ ഫ്രണ്ടിലും ബാക്കിലും MTD എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ടായിരുന്നോ? ഈ MTD എന്ന് വെച്ചാൽ മെഡ്താ റോഡ് ജംഗ്ഷൻ എന്നൊരു റെയിൽവേ സ്റ്റേഷന്റെ കോഡാണ്. അപ്പൊ മെഡ്താ റോഡ് ഡിപ്പോയിലാണ് ഡെമോ, അതാണ് അതിന്റെ അർത്ഥം. ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ ആദ്യം അവിടെ എത്തിപ്പെടുന്ന സാധനമാണ് ഈ കിടക്കുന്നുണ്ട്, ആക്സിഡന്റ് റിലീഫ് മെഡിക്കൽ വാൻ. അപ്പൊ ഇതിൽ പാളം തെറ്റിയാൽ ആ റീറീലിംഗ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റും ഉണ്ട്. പിന്നെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ വരെ ഈ ഒരു കോച്ചിലുണ്ട്, അറിയാമോ? അത്രയ്ക്ക് ഫെസിലിറ്റീസ് ഉള്ളൊരു സംഭവമാണ് ഈ കാണുന്നത്, ആക്സിഡന്റ് റിലീഫ് മെഡിക്കൽ വാൻ. പിന്നെ മെഡിക്കൽ സപ്ലൈസ് അങ്ങനെ എല്ലാം ഉണ്ട് ഇതിൽ. നമ്മൾ ഭഗത് കി കോട്ടി എത്തി. തൊട്ടടുത്ത സ്റ്റേഷനാണ് ഭഗത് കി കോട്ടി. ഈ ഗ്ലാസ് ടിൻഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വെയിലടിക്കത്തില്ല കേട്ടോ. മറ്റേ സാധാരണ LSPയിലെ ഗ്ലാസ് ടിൻഡഡ് അല്ല. എൻ്റെ യാത്രയ്ക്ക് ചിലവ് 2155 രൂപയാണ്. ഞാൻ ഈ 2 tier എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്ലീപ്പർ എടുത്താൽ ഒട്ടും സേഫ് അല്ല. കാരണം എൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ട്, മൊബൈലുണ്ട്, പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഭയങ്കര ഒട്ടും സേഫ് അല്ല. ആ ഒരു അത്രയും സംഭവങ്ങളായിട്ട് ഇവിടെ സ്ലീപ്പറിൽ യാത്ര ചെയ്യുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ ഞാൻ സ്ലീപ്പറിലേ പോകത്തുള്ളായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് AC പോകുന്നതൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല.
അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് AC എടുക്കുന്നത്. അപ്പോൾ ഇനി പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോയിട്ട് ഒരു ബേസ് ക്യാമ്പ് ഉറപ്പിച്ചിട്ട് അങ്ങനെ പിന്നെ നമുക്ക് സ്ലീപ്പർ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാമല്ലോ. അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കണം. എനിക്ക് മനസ്സിലായൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം LSPയിൽ ട്രാവൽ ചെയ്തപ്പോഴും ഇതിലിപ്പോൾ ട്രാവൽ ചെയ്തപ്പോഴും ട്രാക്ക് സൗണ്ട് കേൾക്കുന്നത് കുറച്ച് കുറവാണ് ഈ ഒരു ICF കോച്ചിൽ. നല്ല സൗണ്ട് പ്രൂഫ് ആണോ എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ആയിരിക്കാം, നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്, കമൻറ്റ് ചെയ്യണേ. പിന്നെ ഒരു നല്ല കംഫർട്ടാണ്. മറ്റേലും കംഫർട്ട് ഉണ്ടില്ലെന്നല്ല, ഇതിലും നല്ല കംഫർട്ടാണ്. ബർത്തിന് കുറച്ച് വീതിയുള്ള പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ സാധനം ഈ ഒരു കോച്ച്, പഴയ കോച്ച് 110 km കയറുമ്പോൾ എടുത്തടിച്ച് ഇങ്ങനെ കടകടകടാന്ന് പറഞ്ഞാൽ അടിക്കുക. അതാണ് ഒരു പ്രശ്നം. കോച്ച് ഇത്ര മെയിൻറ്റെയിൻ അല്ലെങ്കിൽ മാത്രം. അതാണ് ഈ ഒരു കോച്ചിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. പിന്നെ വാഷ്റൂം കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ്. ഇത് മറ്റേ LSPയെക്കാട്ടും വാഷ്റൂം കുറച്ചുകൂടെ വീതിയുണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങളും കമൻറ്റ് ചെയ്യണം. ICF വേഴ്സസ് LSP. പക്ഷേ ഹൈ സ്പീഡിൽ LSP ആണ് ഏറ്റവും കംഫർട്ട് വരുന്നത് കേട്ടോ, ഉറപ്പാണ്. നല്ല ഭംഗിയുള്ള സ്റ്റേഷനാണ് കേട്ടോ. ഞാനന്ന് കോയമ്പത്തൂർ ഹിസാറിന് വന്നപ്പോഴാന്ന് തോന്നുന്നു ഈ ഒരു സ്റ്റേഷനിൽ വന്നായിരുന്നു. അടിപൊളി. കാരണം എനിക്ക് ആ പ്ലാറ്റ്ഫോമിൽ നടക്കുക നല്ല അടിപൊളി മരങ്ങളൊക്കെ കണ്ടോ. ആരും ഇല്ല പക്ഷേ ട്രെയിനിൽ കയറാൻ വേണ്ടി. ആ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ് ശരിക്കും ഈ ഒരു സ്റ്റേഷന് ഭംഗിയുള്ളത് കണ്ടോ. ആ പ്ലാറ്റ്ഫോമിൻ്റെ വീതി നോക്കി നല്ല വീതിയുണ്ട്. ജയ്സൽമേർ, ജോധ്പൂർ, ഈ രാജസ്ഥാൻ ഈ ഭാഗം എല്ലാം നോർത്ത് വെസ്റ്റേൺ റെയിൽവേ ആണ് കേട്ടോ. അങ്ങനെ മാർവാഡ് ജംഗ്ഷനിൽ തിരികെയാണ്. ഇനി ഇവിടുന്ന് നമുക്ക് ലോക്കോ ചേഞ്ച് ഉണ്ട്. ഡീസൽ മാറ്റി ഇലക്ട്രിക്. ഈ കിടക്കുന്ന ഐറ്റമാണ് ഇനി നമ്മളെ ഇവിടെ മാർവാട് നിന്ന് കക്കുടം വരെ എത്തിക്കുന്ന WAP7. ഇസ്സത്ത് നഗറിന്റെ WAP7 ആണ്. ഈ റാണിക്കേത്ത് ഇസ്സത്ത് നഗറിന്റെ WAP7 ആണ് അവർ കൊടുക്കാറുള്ളത് കേട്ടോ. നമുക്കിനി ലോക്കോ ചേഞ്ച് പോയി നോക്കാം. നമുക്ക് തൊട്ടടുത്താണ്, നമ്മുടെ ബാക്കിലല്ലായിരുന്നു. അപ്പോൾ നമുക്ക് നടന്ന് വേഗം ചെല്ലാൻ പറ്റും അങ്ങോട്ട്. ഇതിൽ 2-3 നീല കോച്ച് ഉണ്ട്. അതിൽ ഒരു നീല വേണ്ടി 3 ടയർ ആണ് B1. മാർവാടൊക്കെ ഈ ഡബിൾ സ്റ്റാക്ക് വന്ന റൂട്ടായതുകൊണ്ടാണ് ആ ഒരു OHE ഓവർഹെഡ് ലൈൻ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത്. നമ്മുടെ ലോക്കോയുടെ പാൻറ്റോഗ്രാഫ് നിങ്ങൾ കണ്ടതല്ലേ. ഇന്നലെ നമ്മൾ നെയിം ബോർഡ് കണ്ടില്ലായിരുന്നല്ലോ. അതുകൊണ്ട് റാണിക്കേത്ത് എക്സ്പ്രസ്, കാറ്റ്ഗോദാം, ജയ്സൽമീർ. ഞാനിന്ന് മാർവാടിന്ന് ഒരു മീറ്റർ ഗേജ് ലൈനാണെന്ന് പറഞ്ഞില്ലേ മാവലിക്ക്. അപ്പോൾ ആ ലൈൻ ഇപ്പം അവർ അടച്ചെന്ന് വെച്ചാൽ ഭാഗികമായിട്ട് അടച്ചു. ഗേജ് കൺവേർഷൻ്റെ ഭാഗമായിട്ട് ഇപ്പം മാർവാടിന്ന് മാവലിക്ക് പോകുന്ന റൂട്ടിൽ കാംലിഘട്ട് എന്ന സ്ഥലമുണ്ട്. ഈ കാംലിഘട്ട് വരെയാണ് ഇപ്പോൾ ആ ഒരു മീറ്റർ ഗേജ് ഓടുന്നത്. അവിടെ നിന്ന് മാവലി വരെ അവർ അടച്ചു ഗേജ് കൺവേർഷൻ്റെ ഭാഗമായിട്ട്. ഞാനത് പോകണമെന്ന് വിചാരിച്ചിരുന്നു, അത് നടന്നില്ല, പോകാൻ പറ്റിയില്ല. അതിപ്പോൾ ഓടുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അത് കാംലിഘട്ട് വരെ അവർ ഹെറിറ്റേജ് റണ്ണാക്കി പൊളിക്കും. പിന്നെ അവിടെ നിന്ന് മൊത്തം പോയി. ആ കാംലിഘട്ടിൽ നിന്ന് മാവലി വരെ ഗേജ് കൺവേർഷനായിട്ട് അടച്ചു. അപ്പം അതിൻ്റെ ഒരു ഫെയർവെല്ലിന് പിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. ഇവിടെ ലോക്കോ ചേഞ്ചൊക്കെ ഭയങ്കര പെട്ടെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇസ്സത്ത് നഗർ WAP7 വന്നിരിക്കുകയാണ് നമ്മളെ ഇവിടുന്ന് കാറ്റ്ഗോദാം വരെ എത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലോക്കോ പിടിപ്പിച്ചു, സെറ്റായി. എന്നെ ഹൈറ്റാന്ന് നോക്കിയാൽ എൻ്റെ പാൻറ്റോഗ്രാഫിൽ നോക്ക്. ഓ ലുക്കാണല്ലേ. ഇനിയിപ്പോൾ അവരെ പാൻറ്റോഗ്രാഫ് താത്തുന്നുണ്ടോ. ഇനി താത്തിയിട്ട് മറ്റേ പാൻറ്റോഗ്രാഫ് പിടിപ്പിക്കുന്നു. നോക്കണേ, താക്കുന്നുണ്ടോ. ഇനി മറ്റേത് പിടിപ്പിക്കുവേ. പുറകിൽ നിന്ന് ലോക്കോ പോയിന്റ് ചേട്ടൻ വന്ന് ഇവിടെ മുന്നേ നേറിയിട്ടുണ്ട്. ഇനി മറ്റേ പാൻറ്റോ അവർ പൊക്കും. ഇപ്പോഴേക്ക് നമ്മൾ ജയ്സൽമീർന്ന് ഇവിടം വരെ എത്തിച്ച ബഗറ്റ് കീ കോട്ടി 4D ഇതുണ്ട്, അപ്പുറത്തോടെ വരുന്നുണ്ട്. പാൻറ്റോ പൊക്കുന്നുണ്ടാ.
നമ്മളിപ്പോൾ ഉള്ളത് അജ്മീർ ഡിവിഷനിലാണ്. അജ്മീർ ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വിട്ടാൽ ഇവിടെ നിന്ന് ഇനി റൈറ്റ് എടുത്ത് പോകും. ബീവർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് ബീവർ എന്നാണോ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് എനിക്ക് അറിയത്തില്ല കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ അജ്മീർ, ഒരു സ്റ്റോപ്പും കൂടെ ഉള്ളു അജ്മീർ എത്താൻ. ഉച്ചയ്ക്ക് എത്തും. പക്ക ഓൺ ടൈമിൽ തന്നെ നമ്മൾ മാർവാടെന്ന് വിട്ടിരിക്കുകയാണ് 11:05 തന്നെ. ബീവർ എന്നല്ല കേട്ടോ, ബ്യാവർ എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ഗൂഗിള് അല്ല ഹിന്ദി നോക്കിയപ്പോഴേ ബ്യാവർ, ബീവർ അല്ല കേട്ടോ, സോറി. നമ്മൾ വന്ന വഴിയാണ് കണ്ട ആ ട്രാക്ക് ഉണ്ടോ. അപ്പം നമുക്ക് ആ വഴി നേരെ അങ്ങോട്ട് പോയാൽ മറ്റേ അബൂ റോഡ് ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വണ്ടി റിവേഴ്സ് അടിച്ചത്. റിവേഴ്സ് അടിച്ചത് നമ്മൾ നേരെ ഇനി ബ്യാവർ വഴി അജ്മീർ പോകും. അഞ്ച് മിനിറ്റ് ബിഫോർ ടൈം നമ്മൾ ബ്യാവർ എത്തി. ബ്യാവർ, ഇതാണ് ബ്യാവർ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ സ്റ്റേഷന്റെ മുകളിലായിട്ട് വേറൊരു ലൈൻ കണ്ട, അത് കുടിച്ചു പോകുന്ന ലൈൻ. എനിക്ക് തോന്നുന്നു മറ്റേ ഫ്ലൈറ്റ് മാത്രം പോകുന്ന കൊറിഡോറാന്ന് തോന്നുന്നു. അപ്പോൾ അത് ഇവിടുന്ന് കുറച്ച് മാറി മുകളിലായിട്ട് കണ്ട, നല്ല രസമുണ്ടല്ലേ. അജ്മീർ എത്താറായേ. അപ്പോൾ അജ്മീർ നമ്മൾ ഹോം സിഗ്നൽ അവിടെ എത്തി. അജ്മീർ ഹോം സിഗ്നൽ റെഡാണ്. നമ്മൾ നേരത്തെയാണ് കേട്ടോ, ഇനി പച്ച വീഴണം. ഈ ഭാഗം ഡബിൾ സ്റ്റാക്ക് സെക്ഷൻ അല്ല, അതിൻ്റെ പാൻഡോഗ്രാഫ് താന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ താത്തി. അപ്പോൾ അജ്മീർ ഭാഗമൊന്നും ഡബിൾ സ്റ്റാക്ക് സെക്ഷൻ അല്ല, പക്ഷേ റിവാഡിയൊക്കെ ഡബിൾ സ്റ്റാക്കാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാ ആഴ്ചയും അജ്മീർക്ക് വണ്ടി ഉണ്ട് കേട്ടോ. എറണാകുളം അജ്മീർ മറുസാഗർ എക്സ്പ്രസ് നിങ്ങളാർക്ക് അറിയാലോ. അപ്പോൾ അത് ഇവിടേക്കാണ് വരുന്നത് എല്ലാ ആഴ്ചയും, അജ്മീറിലേക്ക്. ഇതും റാണിക്കേത് എക്സ്പ്രസ് ആട്ടോ. അപ്പോൾ 2 റാണിക്കേത് എക്സ്പ്രസും കൂടെ ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട് അജ്മീറില്. ഇത് കത്ഗുഡാമിന്ന് ജയ്സൽമീർ പോകുന്നു. നമ്മൾ ജയ്സൽമീർ കത്ഗുഡാം ഉള്ള അടിപൊളി. എന്തായാലും ഒരു അടിപൊളി സീനാണ് കേട്ടോ. 2 റാണിക്കേത് എക്സ്പ്രസും കൂടി ഇവിടെ അജ്മീറിൽ കണ്ടുമുട്ടിയത്. 2ൻ്റെയും ലോക്കോ WAP7 ആണ് ഇസത്ത് നഗറിൻ്റെ. അതിൻ്റെ ഏറ്റവും ഉണ്ടോ, അതിൻ്റെ ഏറ്റവും നമ്മുടെ ഏറ്റവും. ഇതിലെ ഒരു 3rd AC നീലയാ കേട്ടോ. ഇതേതാ B3 അല്ല B4. ഇതിൻ്റെ B4 നീലയാ. ഇത് ഡെയിലി ഓടുന്നൊരു വണ്ടിയാണല്ലോ. അപ്പോൾ ഇതിന് 3 റേക്ക് വേണം എല്ലാ ദിവസവും ഓടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു റേക്ക് നമ്മളിപ്പം ജയ്സൽമീറിൽ നിന്ന് ഇന്ന് രാവിലെ പുറപ്പെട്ടു. ഇത് ഇന്നലെ പുറപ്പെട്ട കത്ഗുഡാന്ന് പുറപ്പെട്ട റേക്കാണ് ഇന്ന് ജയ്സൽമീർ എത്തുന്നത്. പിന്നെ ഒരു റേക്കാണ് ഇന്നലെ പുറപ്പെട്ടിട്ട് ഇന്ന് വെളുപ്പിനെ എത്തിയ റാണിക്കേത് കത്ഗുഡാമിൽ. നിരനിരയായിട്ട് കുറേ ലോക്കോസ് ഇറക്കുന്നുണ്ടോ. G9, അപ്പുറത്തെ DG4D, പാക്കിൽ 2 P7, അതിൻ്റെ പുറത്ത് പിന്നെയും G9, അതിൻ്റെ അപ്പുറത്ത് വേറെ P7. എന്തോരം അല്ലേ. നമ്മൾ അജ്മീർ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല കുറേ നേരം പിടിച്ചിട്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്.
ഷോ അതെന്ത് കോണാ അത് മീൻ വണ്ടിയോ ഷോ എന്റെ ദൈവം അപ്പുറത്തെ കണ്ടൊരു പീസ മോണ്ടിച്ചാ. അപ്പൊ ഇതാണ് അജ്മീർ ജംഗ്ഷൻ. അജ്മീർ ദർഗയൊക്കെ അറിയത്തില്ല, അജ്മീർ ദർഗക്കൊക്കെ പോകണമെങ്കിൽ ഇവിടെ അജ്മീറിൽ ഇറങ്ങിയാൽ മതി. എനിക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ അവിടെ നിന്ന് അജ്മീർ ദർഗയിലേക്ക് പോകണമെങ്കിൽ മറുസാഗറിൽ കയറിയാൽ മതി. അജ്മീർ എത്തിയില്ല, ഇനി നമ്മുടെ വണ്ടിയിൽ നിറയെ ആൾക്കാർ കയറും. ചാട്ട് നോക്കിയപ്പോൾ കുറേ ആൾക്കാർ അജ്മീറിൽ കയറുന്നുണ്ട്. നല്ല പഴയ സ്റ്റേഷനാണ്, പ്ലാറ്റ്ഫോമൊക്കെ കണ്ടില്ലേ, പഴയ ടൈപ്പാണ്. അജ്മീർ ന്യൂഡൽഹി ശതാബ്ദി എക്സ്പ്രസ് ആണ് കിടക്കുന്നുണ്ടോ. ഇവിടുന്ന് ന്യൂഡൽഹിയിലേക്ക് ശതാബ്ദി ഉണ്ട്. ഇവിടുന്ന് ജയ്പൂർ അടുത്താട്ടോ, ജയ്പൂർ ന്യൂഡൽഹിക്ക് അടുത്താണ്, അധികം ദൂരമൊന്നുമില്ല. എന്നെ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പേ IRCTC കാറ്ററിങ്ങിലെ ബയ്യെ വിളിച്ചിട്ട് പറഞ്ഞു, ബയ്യ സീറ്റിലിരിക്കണം, ഞങ്ങൾ കൊണ്ട് തരാമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ സീറ്റിൽ ഇരിപ്പുണ്ട്, ബയ്യ ഇപ്പോൾ കൊണ്ട് തരും. ആ ഒരു ബയ്യ അവിടെ നിൽപ്പുണ്ട്, അതെ ആ പുള്ളി ഇരിക്കും. ബയ്യ നമുക്ക് ചിക്കൻ ബിരിയാണി കൊണ്ട് തന്നു. താങ്ക് യു ബയ്യ. ഈ IRCTC കാറ്ററിങ് വഴി മേടിക്കുമ്പോൾ ഇതാണ് ഭയങ്കര പൈസയാണ്, 240 രൂപയാണ്. ഇത് 240 രൂപയ്ക്ക് ഒന്നുമില്ല, കാരണം വേറെ നിവൃത്തിയില്ല. ഇതിനകത്ത് ഭക്ഷണമില്ല, പിന്നെ വേറെ നിവൃത്തിയൊന്നുമില്ല, മേടിച്ചാലേ പറ്റത്തുള്ളൂ. അതേ നേരം പിടിച്ചിട്ടൊന്നുമില്ല, നമ്മളെ വേദന വിട്ടു. ഇനി അജ്മീർ സ്റ്റേഷൻ വിടുമ്പോൾ തന്നെ വലിയൊരു U-ടേൺ പോലത്തെ വളവുണ്ട്, നമ്മുടെ കൊല്ലത്തെ ആ ഒരു വളവുണ്ടല്ലോ അതേപോലത്തെ വളവുണ്ട്, കാണിച്ചരാവേ. ഈ അജ്മീർ അത്യാവശ്യം നല്ല പച്ചപ്പുള്ളൊരു സിറ്റിയാണ്, ചുറ്റിനും മലകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സിറ്റിയാണ് അജ്മീർ. ഞാൻ പറഞ്ഞില്ല, റാണിക്കേറ്റുന്ന സ്ഥലം ശരിക്കും ഒരു ഹിൽ സ്റ്റേഷനാണ്. അപ്പം അതിൻ്റെ ഒരു പടം തന്നെ ഇവിടെ ഫസ്റ്റ് AC ഒരു ഡോറിൽ കൊടുത്തിരിക്കുന്നുണ്ടോ. ഇവിടുത്തെ അജ്മീർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി എന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഉള്ളത് സാധാരണ റൈത്തയല്ല, ഇത് ബൂണ്ടി റൈത്ത എന്ന് പറയും. ആ ഒരു ഐറ്റം ബൂണ്ടി റൈത്തയും പിന്നെ സാലഡും. നമ്മളിപ്പോൾ ഫുലേറ ജംഗ്ഷൻ എന്നൊരു സ്റ്റേഷൻ നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്. അവിടെ റെഡ് കിടക്കുകയാണ്, ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല. ഇപ്പോൾ ഇപ്പുറത്ത് കിടക്കുന്ന വണ്ടി ഉണ്ടോ, ഇത് ബാന്ദ്രയിൽ നിന്ന് ചണ്ഡീഗഡ് പോകുന്നൊരു എക്സ്പ്രസ് ആണേ. ഇതെല്ലാ ദിവസവും ഇത്രയും ദൂരം ഓടുന്ന വണ്ടിയായിട്ട് ഇതിൽ എന്താ പാൻറ് ഇല്ലാത്തത് എനിക്കറിയാൻ പാടില്ല കേട്ടോ. ചിലപ്പോൾ എനിക്കൊന്ന് സ്ലിപ്പ് കോച്ച് ഉള്ളത് കൊണ്ടായിരിക്കും, അറിയില്ല. പാൻറ് വെക്കണം ഇതിനകത്തൊക്കെ അല്ലേ. രാജസ്ഥാൻ്റെ തലസ്ഥാനമായ ജയ്പൂരിലേക്ക് നമ്മളെത്തി. മൗലാലിയുടെ ആൽക്കോ ട്വിൻസുമായിട്ട് ഹൈദരാബാദ് ജയ്പൂർ എക്സ്പ്രസ്സാണ് കിടക്കുന്നതാണ്. എനിക്കൊന്ന് ജയ്പൂരിൽ നിന്ന് വിടുന്ന വണ്ടിയാണ്, ജയ്പൂർ ഹൈദരാബാദ് എക്സ്പ്രസ് ആണ്. മൗലാലി ഷെഡിൻ്റെ ആൽക്കോ ട്വിൻസ് വളരെ റെയറാണ് ഇതൊക്കെ. ആൽക്കോ ഒന്നും മഷിയിട്ട് നോക്കാൻ പോലും കിട്ടാത്ത കാലത്താണ് ആൽക്കോ വെച്ച് ഓടുന്ന ട്രെയിനല്ലേ, അടിപൊളി. നമ്മൾ ഇത്രയും സ്പീഡിൽ വന്ന് കയറുന്നത്
ഈ മെയിൻ ലൈനിലാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോം ജയ്പൂരിലുള്ളത്. ലൂപ്പ് ലൈൻ ആകുമ്പോഴാണെങ്കിൽ പയ്യെ പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നത്. ഇത് മെയിൻ ലൈനിലാണ് പ്ലാറ്റ്ഫോം ഉള്ളത്. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടോ ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത്. ജയ്പൂർ വന്നിട്ടുണ്ടെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ ഫസ്റ്റ് ടൈം ആട്ടോ. ഇതാണ് ജയ്പൂർ റെയിൽവേ സ്റ്റേഷൻ. ഇന്ന് വെള്ളം നിറച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ ഇവര് എന്തോ പ്രഷർ വാഷർ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് അവിടെ കേട്ടോ. അങ്ങനെ എന്തൊക്കെ പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ ജയ്പൂരിലുണ്ട് കേട്ടോ. IRCTC എക്സിക്യൂട്ടീവ് ലോഞ്ച്, IRCTC ട്രാവലേഴ്സ് എക്സിക്യൂട്ടീവ് ലോഞ്ച് എന്നാ. ഇവിടുന്ന് ചുരു, സവായ് മധോപൂർ, പിന്നെ അഹമ്മദാബാദ്, പിന്നെ നമ്മൾ പോകുന്ന വഴി അങ്ങനെ പലയിടത്തേക്കും ലൈൻ തിരിയുന്നുണ്ട്. രാജസ്ഥാനിലെ ലാർജസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് ജയ്പൂർ എന്ന് പറയുന്നത്. 1875 ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ പണിയെടുപ്പിച്ചത്. നമ്മുടെ വണ്ടി എങ്ങും ഡിലേ ഇല്ല കേട്ടോ. എവിടെയെങ്കിലൊക്കെ നിർത്തുവാണെങ്കിലും പെട്ടെന്ന് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ 5 മിനിറ്റ് ഡിലേ മാത്രമേ ഉള്ളൂ ജയ്പൂരിന് എടുത്തപ്പോൾ. ജയ്പൂർ മെട്രോയുടെ ആണ് ആ ഒരു പാലം കാണുന്നത്. ജയ്പൂർ മെട്രോ. ഇവിടെ ജയ്പൂരിൽ മെട്രോ ഒക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെ എറണാകുളം സൗത്ത് നോർത്ത് എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ ഒരു സ്റ്റേഷൻ ഉണ്ട്, ഗാന്ധിനഗർ ജയ്പൂർ എന്ന് പറഞ്ഞു. അവിടെ സ്റ്റോപ്പിട്ട്. പക്ഷെ അവിടെ കുറേ ആൾക്കാരുണ്ട് കയറാൻ കേട്ടോ. ജയ്പൂരിനെക്കാട്ടും കൂടുതൽ ആൾക്കാരുണ്ട് ഇവിടെ കയറാൻ. ഇവിടെ ജയ്പൂർ കിടന്നപ്പോൾ അപ്പുറത്തെ ഒരു പാസഞ്ചർ പോലെ ഒരു വണ്ടി കിടന്ന് കണ്ടില്ലേ? ഇത് മധുരയ്ക്ക് പോകുന്ന എന്തോ ഒരു സാധാ എക്സ്പ്രസ് ട്രെയിനാണ്. അപ്പോൾ അതിനെ ഇവിടെ ഓട്ടേക്ക് അടിക്കുകയാണ്. ഈ സ്റ്റേഷൻ്റെ പേര് കാത്തിപുര എന്നാണ്. നമ്മൾ നോർത്ത് വെസ്റ്റേൺ റെയിൽവേ നോർത്ത് ഈസ്റ്റേണിലേക്ക് പോവാണ്. അതായത് വെസ്റ്റേണിൽ നിന്ന് ഈസ്റ്റേണിലേക്ക്, അങ്ങനെയാണ് നമ്മൾ ട്രെയിൻ പോകുന്നത്. അപ്പോൾ ഈ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ എന്ന് പറയുന്നത് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഗോരഖ്പൂരിലാണ്. നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ശരിക്കും ഉത്തർപ്രദേശിൻ്റെ കുറച്ച് ഭാഗവും പിന്നെ ബീഹാറിൻ്റെ ഒരു സൈഡ് പിന്നെ ഉത്തരാഖണ്ഡ് അങ്ങനെ ആ ഒരു റീജിയനെയാണ് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ സോൺ എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ആസാം ആ ഒരു ഭാഗമാണല്ലോ റെയിൽവേയിൽ. പക്ഷേ നോർത്ത് ഈസ്റ്റ് ഫ്രഞ്ചറാണ് ആ ഒരു ആസാം ആ ഒരു നാഗാലാൻഡ് ആ ഭാഗമൊക്കെ വരുന്നത്. പക്ഷെ റെയിൽവേയുടെ നോർത്ത് ഈസ്റ്റ് വരുന്നത് ഞാൻ ഈ പറഞ്ഞ ഭാഗമാണ്. ഇപ്പൊ പോയൊരു ജമ്മു താവി ബാർമീർ എക്സ്പ്രസ് ആണ്. വമ്പർ മിസ്സായിരുന്നു. അതിന്റെ ലോക്കോ എന്ന് പറയുന്നത് ത്രിവർണ്ണ പതാക ലിവറിയിലുള്ള ഒരു WP4B ആയിരുന്നു. ഞാൻ വന്നപ്പോഴേക്ക് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ഓടി വന്നതാണ്. മിസ്സായിപ്പോയി, ഭയങ്കര മിസ്സായിപ്പോയി. നമ്മളിപ്പോൾ ബന്ദിക്കോയി എന്നൊരു സ്റ്റേഷൻ, ബന്ദിക്കോയി എന്നാണ് എങ്ങനെയാണ് പ്രൊണൗൺസിയേഷൻ അറിയത്തില്ല കേട്ടോ. ഞാൻ ഹിന്ദി ബോർഡ് വായിച്ചിട്ട് പറയാവേ. ബാന്ദിക്കുയി സ്റ്റേഷൻ കേട്ടോ. ബാന്ദിക്കുയി തന്നെയാണ്, ബാന്ദിക്കുയി ജംഗ്ഷൻ. ഇതൊരു ജംഗ്ഷനാണല്ലോ, അതുകൊണ്ട് ആൾക്കാരൊക്കെ കയറാൻ നിൽക്കുന്ന നോക്ക് ഇപ്പോഴത്തെ ജനറൽ സ്ലീപ്പറിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആഗ്രയ്ക്ക് പോകാൻ പറ്റും, മധുര വഴി ആഗ്രയ്ക്ക് പോകാൻ പറ്റും. പിന്നെ നമ്മൾ ഡൽഹി റൂട്ട്, റിവാഡി റൂട്ട്. ചേഞ്ച് ഇയർ ഫോർ ജയ്പൂർ, ഫുലേറ, അജ്മീർ, അഹമ്മദാബാദ്, ജോധ്പൂർ, ബിക്കാനീർ അങ്ങനെ കുറേ സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഇതൊരു മെയിൻ സ്റ്റേഷനാണ്. അപ്പോൾ ഈ മധുര ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികളൊക്കെ ജോധ്പൂർ, ബിക്കാനീറൊക്കെ പോകണമെങ്കിൽ ഇവിടെ ഇറങ്ങിയാൽ മതി. വൈകിട്ടായപ്പോൾ നല്ല തിരക്കാട്ടോ. നമ്മളിപ്പോൾ ആൽവാർ ജംഗ്ഷൻ എന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഈ വൈകിട്ടത്തെ സമയമുണ്ട് ജോലി ചെയ്ത് വരുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ട്രെയിനിൽ എല്ലായിടത്തും വന്ന് കയറുന്നുണ്ട്.
Muradabad, Ranikhet Express is standing on platform number 1. നമ്മൾ വെളുപ്പിനെ 3 മണി തൊട്ട് രാജസ്ഥാനിലായിരുന്നു. അതാണ്ട് രാജസ്ഥാനിലെ ലാസ്റ്റ് സ്റ്റേഷനായ കൈർത്തൽ എന്നൊരു സ്റ്റേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ രാജസ്ഥാൻ ഇവിടെ കഴിഞ്ഞു. അടുത്ത സ്റ്റോപ്പ് പോലെ ഹരിയാനയാണ്. ഇതെല്ലാം 2 പ്ലാറ്റ്ഫോം മാത്രമുള്ള ചെറിയ ചെറിയ സ്റ്റേഷനാണ്. ഇവിടെ എല്ലാം റാണിക്കേതിന് സ്റ്റോപ്പ് ഉണ്ട്. അതാണ് നമ്മുടെ വണ്ടിയിൽ നല്ല ആൾക്കാരാണ് ഇപ്പോൾ കേട്ടോ. നമ്മൾ റിവാടി എത്താറായി ഹരിയാനയിലെ. റിവാടി നമ്മളൊന്ന് വന്നതല്ലേ മറ്റേ ഹിസാറിന്ന് വരാൻ നേരത്ത്. ഞാൻ IPL കണ്ടോണ്ടിരിക്കുകയായിരുന്നു. RCBയുടെ കളി കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ RCB ഫാനൊന്നുമല്ല, ഞാൻ CSK ഫാനാണ്. അപ്പോൾ RCBയിലെ മറ്റേ വിൽ ജാക്സ് എന്നെ അടിയായിരുന്നു, ഭയങ്കര അടിയായിരുന്നു. RCB ഇത്ര നാൾ കളിക്കാനായിട്ട് ലാസ്റ്റ് ഇപ്പോഴാണ് കളിക്കുന്നത്. പൊളി അടിയായിരുന്നു അത്. റിവാടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്റ്റേഷനാണ്. കുറേ ലൈൻ വന്ന് ചേരുന്നതാണ്. അതുകൊണ്ട് അപ്പുറത്തോടെ ഒരു കോൺകോർ അങ്ങോട്ട് പോകുന്നു. നമ്മളിവിടെ നേരത്തെ എത്തി കേട്ടോ. 7:15 നമ്മൾ എത്തേണ്ടത്. നമ്മൾ വേണ്ട അത്ര 6:59 ആയപ്പോൾ തന്നെ ഇവിടെ എത്തി. അപ്പുറത്തേക്ക് കണ്ട് ഇപ്പുറത്തൂടെ ഒരു P5 വെച്ചൊരു വണ്ടി വരുന്നുണ്ട്. ഓ, ഡബിൾ ഡക്കർ ആണല്ലോ. ഇതേതാ? ഡൽഹി സരൈ രോഹില്ല ജയ്പൂർ. ഡൽഹി സരൈ രോഹില്ല ജയ്പൂർ വന്ന ഡബിൾ ഡക്കർ എക്സ്പ്രസ്. കൊള്ളാല്ലേ? നമ്മളിനി പുറത്തോട്ട് പോകുന്നില്ല. കാരണം കുറേ അൺറിസേർവ്ഡ് ആൾക്കാർ വന്ന് AC കയറുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ അറ്റൻഡന്റ്മാർ നല്ല മിടുക്കന്മാരാണ്. അവരെല്ലാം സ്റ്റേഷനിൽ വരുമ്പോൾ തന്നെ ഇതിനകത്തുള്ള ആൾക്കാർ വേറെ ഡോറെല്ലാം അടച്ചിട്ട് അവർ പുറത്തേക്ക് നിൽക്കുക, ആരെയും കയറ്റാതിരിക്കാൻ വേണ്ടി. കാരണം 3rd AC അപ്പുറത്തെല്ലാം പോയി കയറുന്നുണ്ട്. അതുകൊണ്ട് അറ്റൻഡർമാർ കഥയൊക്കെ അടച്ച് മൊത്തം സെറ്റായിട്ട് അവിടെ പുറത്ത് നിൽപ്പുണ്ട്. ആരെയും കയറ്റുന്നില്ല ഇതിനകത്തോട്ട്. എന്തായാലും നല്ല ഒരു പണിയെടുക്കുന്നുണ്ട് നല്ലതായിട്ട്. ബൈ ദ ബൈ നമ്മൾ കാറ്ററിംഗ് വഴി രാത്രി ഒരു ഡിന്നർ ഓർഡർ ചെയ്തായിരുന്നു. ദാൽ തടുക്കയും പിന്നെ റൊട്ടിയും കേട്ടോ. ഇതിന് കുഴപ്പമില്ല. 180 രൂപയാണ് ആയത്. ദാൽ തടുക്കൊക്കെ അത്രയൊക്കെ ആവും നമ്മൾ പുറത്ത് വാങ്ങിക്കുവാണെങ്കിൽ തന്നെ. കുഴപ്പമില്ല കേട്ടോ. ഞാൻ ദാൽ തടുക്കാണ് പറഞ്ഞ, പക്ഷെ കൊണ്ടു തന്നത് പനീർ ബട്ടർ മസാല. എന്തെങ്കിലും ആട്ടെ, രണ്ടും ഒരേ വിലയാണ്. പനീർ ബട്ടർ മസാല ഇവിടെ തന്നത്. കറി സൂപ്പറായിരുന്നു കേട്ടോ. പക്ഷേ റൊട്ടി ഭയങ്കര കട്ടിയായിരുന്നു. ഇത് നേരത്തെ ഉണ്ടാക്കിയോണ്ട് കല്ല് പോലെ തന്തൂരി റൊട്ടിയായിരുന്നു. എന്തെങ്കിലും ആട്ടെ, ഫുഡ് അടിപൊളിയായിരുന്നു. ഇത്രയും നേരം നമ്മുടെ വണ്ടി ഓൺ ടൈമാണ്. ഇപ്പോൾ ഗുരുഗ്രാം കഴിഞ്ഞ പിന്നെ പിടിച്ചിട്ട് പിന്നെയും ഈ ഡൽഹി കടന്നു കിട്ടാൻ അടുത്ത ടാസ്ക്. ഇത് വണ്ടിക്ക് ഡൽഹി സരൈ രോഹില്ല പിന്നെ ഓൾഡ് ഡൽഹി, അങ്ങനെ ഡൽഹി കുറേ ഔട്ടർ സ്റ്റേഷനിലൊക്കെ സ്റ്റോപ്പുണ്ട്. ഡൽഹി കടന്നു കിട്ടാൻ നല്ല ടൈം എടുക്കും. ദില്ലി എത്താറായപ്പോൾ കുറേ നേരം പിടിച്ചിട്ട് ലാസ്റ്റ് ഇപ്പോൾ 1 മണിക്കൂർ വൈകി ദില്ലി സരൈ രോഹില്ല സ്റ്റേഷനിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. വണ്ടിക്കകത്ത് ഫുൾ ആൾക്കാർ കയറിയിട്ടുണ്ട്. എല്ലാവരും ഹൽദ്വാനി പോകുന്ന ആൾക്കാരാണ്. ഹൽദ്വാനി എന്ന് പറയുന്നത് കത്ഗോഡാമിന് മുമ്പുള്ള സ്റ്റേഷനാണ്. അവിടെയാണ് മെയിനായിട്ട് ആൾക്കാർ ഇറങ്ങുന്നത്. അപ്പോൾ വണ്ടിക്കകത്ത് ഫുൾ ആൾക്കാരാണ്. AC നിറഞ്ഞു, എല്ലാം നിറഞ്ഞു. അപ്പുറത്ത് കിടക്കുന്നത് ഇവിടുന്ന് ജമ്മു തവിക്ക് പോകുന്ന ദില്ലി സരൈ രോഹില്ല ദുരന്തോ എക്സ്പ്രസ്. കഴിഞ്ഞിട്ട് ലിവിയുണ്ട് സ്റ്റേഷൻ. ഈ ഓൾഡ് ഡൽഹി ഉണ്ട്. ഓൾഡ് ഡൽഹി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ ദില്ലി ഏകദേശം വിടാറായി. ചില കോച്ചുകൾക്കായിക്കോട്ടെ ഡോറിന് മുകളിൽ ലൈറ്റ് ഉണ്ട്. എല്ലാ കോച്ചിനും ഇല്ല, ഈ കോച്ചിനുണ്ട്. നമ്മുടെ അടുത്ത കോച്ചുകളൊന്നും ഞാൻ കണ്ടൊന്നുമില്ല അങ്ങനെ. ഈ കാണുന്ന വണ്ടി ഏതാണെന്നറിയാമോ? ഇതൊന്ന് നമ്മൾ ശ്രീഗംഗാനഗറിന്ന് സരൈ രോഹില്ല വന്നൊരു ബിക്കാനീർ സൂപ്പർ ഫാസ്റ്റ് ഉണ്ടല്ലോ, ആ വണ്ടി കിടക്കണേ. അതിനിപ്പോൾ ഇവിടെ നിന്ന് രാത്രി ബിക്കാനീർക്ക് പോകും. ഒരു രസം കേൾക്കണേ, ഈ സരൈ രോഹില്ലേന്ന് ഓൾഡ് ഡൽഹി വരെ വരാൻ വേണ്ടിയിട്ട് 5 കിലോമീറ്റർ ഉള്ളൂ. അതിൽ 1 മണിക്കൂർ 7 മിനിറ്റാണ് റണ്ണിങ് ടൈം കൊടുത്തത്. അതുകൊണ്ട് ആ ഡിലേ ഇപ്പം ഏകദേശം കവറപ്പായി. 55 മിനിറ്റുള്ള ഡിലേ ഇപ്പോൾ 14 മിനിറ്റായി. നമ്മളിപ്പോൾ ഓൾഡ് ഡൽഹി കിടക്കുകയാണ്. രാവിലെ 5 മണിക്കല്ല 4:45 ഇത് കാഠ്ഗോഡാം എത്തും. രാത്രിയിൽ മൊറാദാബാദ് എത്തുമ്പോഴേക്കും മറ്റേ ഈ ട്രെയിനിൻ്റെ പകുതി ഭാഗം അവിടെ മുറിച്ചിട്ട് രാംനഗറിലേക്ക് പോകും. ബാക്കി പകുതി ഭാഗമാണ് കാഠ്ഗോഡാം വരുന്നത്. അപ്പോൾ ഞാൻ കിടക്കാൻ പോവാം. രാവിലെ കാഠ്ഗോഡാം എത്തിയിട്ട് കാണിക്കാം. ഇപ്പോൾ സമയം 10:15. അപ്പോൾ രാവിലെ കാണാം. സമയം 4:40 നമ്മൾ ഹൽദ്വാനി കഴിഞ്ഞിട്ട് കാഠ്ഗോഡാം എത്താറായി. ഞാൻ എണീറ്റ് നേരെ പല്ലൊക്കെ തേച്ച് ഇവിടെ വന്ന് ബാഗ് എടുത്ത് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ എത്താറായിട്ടുണ്ട് നമ്മുടെ കാഠ്ഗോഡാം സ്റ്റേഷനിലേക്ക്. ഈ കാഠ്ഗോഡാം സ്റ്റേഷൻ ഉണ്ടല്ലോ, നല്ല ഭംഗിയുള്ളതാണ്. നമ്മൾ പകൽ ഇവിടെ ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം. പകൽ നല്ല ഭംഗിയാണ് കേട്ടോ. ബാക്കിൽ ഫുള്ള് മലകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്റ്റേഷനാണ്. അങ്ങനെ നമ്മൾ 4:45 ഇവിടെ സ്റ്റേഷനിലേക്ക് കയറിയിരിക്കുകയാണ് 15 മിനിറ്റ് മുന്നേ. ഈ ലൈന് ഇവിടം വരെ ഉള്ളൂ. ലൈൻ എൻ്റെ ആണ് ഇവിടെ കാഠ്ഗോഡാം സ്റ്റേഷനിൽ.
അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്, കാഠ്ഗോദാം. ഇനി നമ്മുടെ റൂമിൽ പോകണം. ഇവിടെ ഞാൻ റൂം ബുക്ക് ചെയ്തത് 10 ബുക്ക് ചെയ്തായിരുന്നു, പക്ഷേ ഇവിടുത്തെ സ്റ്റേഷനിൽ പണി നടക്കുന്ന കാരണം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു വരും. ഇപ്പോൾ നമുക്ക് ഇവിടെ അടുത്തൊരു മൗണ്ട് വാലിയിൽ തന്നെ ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്. അവിടെ റൂം എടുത്തിട്ട് കുറച്ച് പരിപാടിയുണ്ട്, ഞാൻ റൂമിൽ ചെന്നിട്ട് പറയാം. അപ്പോൾ ഇതാണ് കാഠ്ഗോദാം റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് മലകളൊക്കെ കാണാം. നല്ല ഭംഗിയായിരിക്കും കേട്ടോ പകലൊക്കെ. പകൽ ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ബിൽഡിങ്. ഉത്തരാഖണ്ഡിലെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഹിൽ സ്റ്റേഷനാണ് നൈനിതാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നൈനിതാളിലേക്ക് പോകുന്ന ആൾക്കാരെല്ലാം ട്രെയിൻ വരുവാണെങ്കിൽ കാഠ്ഗോദാമിൽ ഇറങ്ങിയാൽ മതി. ഇപ്പോൾ നൈനിതാളിൽ പോകുന്ന ആൾക്കാരെല്ലാം ഈ ഹൽദ്വാനി കാഠ്ഗോദാമാണ് ബേസ് ക്യാമ്പ് ആക്കി നൈനിതാളിലേക്ക് പോകുന്നത്. അപ്പോൾ രാവിലെ തൊട്ട് ഇത് നൈനിതാളിൽ പോകുന്ന മെയിൻ ഹൈവേ ആണ്. രാവിലെ തൊട്ട് നല്ല വണ്ടിത്തിരക്കാണ് അങ്ങോട്ടേക്ക് നൈനിതാൾ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. കാഠ്ഗോദാമിൽ ഒരു 35-36 കിലോമീറ്റർ ഉള്ളൂ ഇവിടെ നൈനിതാൾ പോകാൻ വേണ്ടിയിട്ട് ബൈ റോഡ്. ഞാൻ കാഠ്ഗോദാമിലെടുത്ത മുറിയാണിത്, മൗണ്ട് വാലി എന്ന് പറയുന്നത്. അപ്പോൾ വിശേഷങ്ങളൊക്കെ അകത്ത് എന്ത് പറയാം. അപ്പോൾ നമ്മൾ റൂമിൽ വന്നിരിക്കുകയാണ്. ഈ റൂമിന് എനിക്കായത് 2700 രൂപയാണ്. അതെന്താ ഞാൻ പറയാം. അതായത് ഞാൻ കാഠ്ഗോദാം സ്റ്റേഷനിൽ റിട്ടയറും എടുത്താണ്. അപ്പോൾ അവിടെ എങ്ങാണ്ട് 600 രൂപ എന്തായിരുന്നു. അപ്പോൾ അത് ഒരു 3-4 ദിവസം മുമ്പ് എനിക്ക് മെസ്സേജ് വന്ന് ക്യാൻസലായെന്ന് പറഞ്ഞു. അവിടെ സ്റ്റേഷനിൽ പണി നടക്കുക പോരെ, നല്ല പരിപാടിയാണ്. ഞാൻ ഗൂഗിളിൽ നോക്കി, ഞാൻ ഗോവ നോക്കിയപ്പോൾ ഇവിടെ ഹോട്ടൽസിലാകെ ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ ഉള്ളത് വേറെ ഹോട്ടലാണ്. ആണ് ഒട്ടും റേറ്റിംഗ് ഇല്ലായിരുന്നു. ഇതിന് 2700 രൂപ തന്നെ. അവൻ എടുത്ത് നിർത്തിയില്ല, നിൽക്കണ്ടേ. എന്നിട്ട് എടുത്ത് ഇവിടെ വന്ന് റൂമിൽ വന്നു. റൂം നല്ല കേട്ടോ, നല്ല റൂമാണ്. അപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇനി നൈനിതാൾ കറങ്ങാൻ പോവാണ്. നൈനിതാൾ ഇവിടെ നിന്ന് ഒരു 35 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഒരു റെൻ്റേ ബൈക്ക് എടുത്ത് കറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കണം പുറത്തിറങ്ങിയിട്ട്. അപ്പോൾ ഒരു റെൻ്റേ ബൈക്ക് എടുത്തിട്ട് നമ്മൾ നൈനിതാൾ ഫുള്ള് കറങ്ങാൻ പോവാണ്. അപ്പോൾ റാണിക്കൽ എക്സ്പ്രസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ശ്രദ്ധിക്കുന്നു. അപ്പോൾ നൈനിതാൾ കാഴ്ചകളായിട്ട് അടുത്ത ദിവസം വരാം. അപ്പോഴേക്കും ബൈ.